ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഈ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നത്. ഈ മുട്ട ഒന്ന് ഓംലെറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി സ്റ്റവിലേക്ക് വെച്ച്, അപ്പച്ചട്ടിയാണ് കേട്ടോ, സ്റ്റവിലേക്ക് വെച്ചിട്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ഈ പൊട്ടിച്ചൊഴിച്ച മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. തീ ഒരുപാട് കൂടി പോകണ്ട, നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കരിഞ്ഞു പോകാതെ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ല തിക്കായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഏകദേശം 1 ഇഞ്ച് നീളത്തിലും കനത്തിലും ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി അടച്ചു വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളകിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഉണക്കമുളക് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 3 കതിർപ്പ് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ചും കൂടി കൂട്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലി എന്ന് പറയുമ്പോൾ പൊടിക്കാത്ത മല്ലിയാണ്, റാ മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ചേർക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ മല്ലി ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ അരച്ച് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. മല്ലി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ മല്ലിയും ഉലുവയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിലാണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. മുളക്, മല്ലി, ഉലുവ, ജീരകം, പെരിഞ്ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടി നമ്മൾ ഇതുപോലെ വറുത്ത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അളവിലാണ് തക്കാളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് തക്കാളി 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി കേട്ടോ. തക്കാളി ചേർത്തൊന്ന് ഇളക്കിയ ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കി. തക്കാളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉടയാതെ കിടക്കുന്ന തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ആദ്യം ഒന്ന് ചതച്ചെടുത്തത്. അതിനുശേഷം നമുക്കിതിലേക്ക് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമ്മൾ വറുത്തെടുത്ത ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം.
മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം വേണമെങ്കിൽ നമുക്കിതൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂട്ടി ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണം. അതുകൊണ്ട് വെള്ളം ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. കറിയൊക്കെ ഇവിടെ വെന്ത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഓംലെറ്റ് അടിച്ചു വെച്ചിരുന്നല്ലോ, അത് കട്ട് ചെയ്തത് അങ്ങ് ചേർത്ത് കൊടുക്കാം. തണുക്കുമ്പോൾ കറി ഒന്ന് കുറുകി വരുന്നതാണ്. ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ട ഓംലെറ്റ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.